Hi students, ഇന്ന് നമ്മൾ KTU BTECിലെ ഗ്രൂപ്പ് എ S2 മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക് എന്ന് പറയുന്നത് ദ കേർണൽ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇറ്റ്സ് ബേസിസ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ദ കേർണൽ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ആക്ച്വലി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൊമൈൻ ഉണ്ടായിരിക്കും, ഒരു കോഡൊമൈൻ ഉണ്ടായിരിക്കും. ആ ഡൊമൈനിലുള്ള വെക്ടേഴ്സ് കോഡൊമൈനിലോട്ടുള്ള മാപ്പിംഗ് ആണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു മാപ്പിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നത് TV to W. അങ്ങനെ മാപ്പ് ചെയ്യുമ്പോൾ കേർണൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് ചെയ്യുന്നത് T of V equal to 0 ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സ് V ഇൻ ദ ഡൊമൈൻ. ഡൊമൈനിൽ ഉള്ള കോഡൊമൈനിൽ 0 മാപ്പിംഗ് ഉള്ള ഡൊമൈനിലെ വെക്ടേഴ്സ് ആണ് ആക്ച്വലി കേർണൽ എന്ന് പറയുന്നത്. അതിന് ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് V in capital V that satisfy transformation of V equal to 0 is the kernel of T and is denoted by kernel of T. Okay, അതായത് ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ T of V equal to 0 ആയിരിക്കും. അങ്ങനെ 0 ആയിട്ട് വരുന്ന സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ്, ഡൊമൈനിലുള്ള എല്ലാ വെക്ടേഴ്സിൻ്റെയും ഏതൊക്കെ വെക്ടേഴ്സിനാണോ ട്രാൻസ്ഫോർമേഷൻ ഓഫ് V 0 ആയിട്ടുള്ളത് അങ്ങനെ വരുന്ന എല്ലാ വെക്ടേഴ്സിൻ്റെയും സെറ്റിനെയാണ് എന്ത് പറയുന്നത്, കേർണൽ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Find the kernel of the linear transformation T from R square to R cube represented by transformation of x1, x2 equal to x1 minus 2x2, 0, minus x1. അതായത് ആർ സ്ക്വയറിൽ നിന്ന് ആർ ക്യൂബിലോട്ടാണ് ട്രാൻസ്ഫോർമേഷൻ പോകുന്നത്. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? x1 മൈനസ് 2x2 ആണ് ഫസ്റ്റ് ഓർഡിനേറ്റ്, സെക്കൻഡ് 0 ആണ്, തേർഡ് മൈനസ് x1 ആണ്. നമുക്ക് അതിൻ്റെ കേർണൽ കാണണം. അപ്പോൾ നമുക്കറിയാം കേർണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് V ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഇതിലുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ റിസൾട്ട് മൊത്തം 0 ആയിരിക്കും. ദാറ്റ് ഈസ് x1 മൈനസ് 2x2 ഈക്വൽ ടു 0, 0 ഈക്വൽ ടു 0, മൈനസ് x1 ഈക്വൽ ടു 0. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് x1 ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ x2 0 ആയിരിക്കും. അതായത് x1 x2 എല്ലാം 0 ആണ്. അപ്പോൾ ഇതിൻ്റെ കേർണൽ എന്ന് പറഞ്ഞാൽ x1, x2 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x1 x2 ഈക്വൽ ടു 0, 0. അപ്പോൾ കേർണൽ ഓഫ് T എന്ന് പറഞ്ഞാൽ സെറ്റ് 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കേർണൽ ഓഫ് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T ഫ്രം R സ്ക്വയർ ടു R സ്ക്വയർ സച്ച് ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് x, y ഈക്വൽ ടു x പ്ലസ് 2y, y മൈനസ് x. അപ്പോൾ കേർണലാണ് കാണേണ്ടത്. കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷനിൽ x, y ട്രാൻസ്ഫോർമേഷൻ ഓഫ് x, y ഈക്വൽ ടു 0 ആവുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് x പ്ലസ് 2y ഈക്വൽ ടു 0, y മൈനസ് x ഈക്വൽ ടു 0. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു 0 വരും. അത് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 ആയിട്ട് ചെയ്താൽ 1 പ്ലസ് 2 ചെയ്താൽ 2x ഈക്വൽ ടു 0 വരും. അങ്ങനെ x ഈക്വൽ ടു 0, x 0 ആയ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ y ഈക്വൽ ടു 0 വരും. അപ്പോൾ ഇതിൻ്റെ ട്രിവിയൽ സൊല്യൂഷനാണ് x ഈക്വൽ ടു y ഈക്വൽ ടു 0. അപ്പോൾ തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ കേർണൽ എന്ന് പറയുന്നത് ഇറ്റ്സ് അഗെയിൻ 0, 0 തന്നെയാണ്. സെറ്റ് 0, 0. Next, find the kernel of the linear transformation T from R cube to R square defined by transformation of x equal to ax, where a equal to 1, minus 1, minus 2, minus 1, 2, 3. ഇതിൽ തന്നിരിക്കുന്നത് മെട്രിക്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് അല്ലേ. എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ കേർണൽ എന്ന് പറയുന്നത് എന്താണ്? It is the set of all x, x1, x2, x3 in R cube such that transformation of x1, x2, x3 equal to 0, 0. എന്തുകൊണ്ടാണ് 2 0 ആയിട്ടത് 3 0 ഏതാ തരുന്നത്? കാരണം ക്വസ്റ്റ്യനിലെ ട്രാൻസ്ഫോർമേഷൻ r3 നിന്ന് r2യിലോട്ടാണ്. അതുകൊണ്ടാണ് 2 0 എടുത്തത്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് x1 മെട്രിക്സ് a ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് മെട്രിക്സ് അതേപോലെ എടുത്ത് എഴുതി എക്സിൻ്റെ അവിടെ x1, x2, x3 കൊടുത്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും? 0, 0 ആയിരിക്കും അല്ലേ. ഓക്കെ, എന്താ ട്രാൻസ്ഫോർമേഷൻ ഓഫ് x 0, 0 ആണ് കേർണൽ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഇക്വേഷൻ നമുക്ക് x1 ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ x1 മൈനസ് x2 മൈനസ് 2x3 ഈക്വൽ ടു 0, മൈനസ് x1 പ്ലസ് 2x2 പ്ലസ് 3x3 ഈക്വൽ ടു 0. ഇതിനെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോമിൽ ഏരിയ 1, മൈനസ് 1, മൈനസ് 2, 0, മൈനസ് 1, 2, 3, 0 എന്ന് ഇടാം. ഇതിനെ റെഡ്യൂസ് ചെയ്താൽ എന്ത് കിട്ടും? മെട്രിക്സ് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ നമുക്ക് ആദ്യം റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സെക്കൻഡ് റോനെ പ്ലസ് ഫസ്റ്റ് റോ ആയിട്ട് ആഡ് ചെയ്തു. R2 ചേഞ്ചസ് ടു R1 പ്ലസ് R2. ദെൻ അപ്പോൾ സെക്കൻഡ് റോ 0, 1, 1, 0 ആയി.
ഇനി നമ്മൾ R1നെ R1 പ്ലസ് R2 ആക്കി മാറ്റിയപ്പോൾ ഈ -1 + 1 0 ആയിട്ട് പോയി. ഒപ്പം ഇവിടെ 1 തന്നെയാണ് വന്നത്. ഇനി ഇതിനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇതിലെ ഓഗ്മെന്റഡ് മാട്രിക്സിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞപ്പോൾ x1 - x അല്ലെങ്കിൽ ഇവിടെ തന്നെ ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇത് x1 x2 x3 ആണ് കോളം. അപ്പോൾ x2 അല്ലേ വരിക, ഫസ്റ്റ് ഇക്വേഷൻ ആണ് പറയുന്നത്. x1 - x3 = 0 വരും, x2 + x3 = 0 വരും. ഇതിന് ഡയറക്റ്റ് എഴുതാൻ അറിയില്ലേ ഓഗ്മെന്റഡ് മാട്രിക്സിന്? ഇതാണ് ഫസ്റ്റ് കോളം x1, സെക്കൻഡ് x2, തേർഡ് x3, ഇത് 0 0. അപ്പോൾ x1 0 x2 ആണ്, x3 ഉണ്ട്. അപ്പോൾ x1 - x3 = 0. ഇത് x2 പ്ലസ് x1 x2 + x3 = 0 വരും. അപ്പോൾ ഇതിൽ നിന്ന് x1 = x3, x2 = -x3 എന്ന് കിട്ടി. അതായത് നമ്മുടെ x1നെയും x2നെയും ഇൻ ടേംസ് ഓഫ് x3 മാറ്റി. ഇനി അതിനെ നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം, നോക്കാം. ഇപ്പോൾ നമുക്ക് x1 x2 x3 എന്നുള്ള മെട്രിക്സിൽ x1 എന്ന് പറയുന്നത് എന്താണ്, x3 തന്നെയാണ്, ദാറ്റ് ഈസ് t. x2 എന്ന് പറയുന്നത് -x3 ആണ്, ദാറ്റ് ഈസ് -t. x3 എന്ന് പറയുന്നത് x3, ദാറ്റ് ഈസ് t കൊടുത്തു. അപ്പോൾ t ഔട്ട്സൈഡ് എടുത്താൽ t × 1 - 1 1. അപ്പോൾ കേർണൽ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ക്യാപിറ്റൽ T എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? t × 1 - 1 1 ആണ്, വേർ t ഈസ് എ റിയൽ നമ്പർ. ഇതാണ് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ കേർണൽ എന്ന് പറയുന്നത്, ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കേർണൽ എന്ന് പറയുന്നത്. ഇനി ഒരു തിയറാണ്, കേർണൽ എന്ന് പറയുന്നത് ഒരു സബ് സ്പേസ് ഓഫ് ബി ആയിരിക്കും. അത് നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും അല്ലേ? ഒരു സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് 3 പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യണം. അത് നോൺ എംപ്റ്റി സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ വെക്ടർ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഹോൾഡ് ചെയ്യേണ്ടെന്ന് കാണിക്കണം. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. The zero vector of V is in the kernel. Zero vector അത് നോൺ എംപ്റ്റി സെറ്റ് ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സീറോ വെക്ടറിന് 0v, വെക്ടർ വിയിലുള്ളത് ഡൊമൈൻ വിയിലുള്ള സീറോ വെക്ടറിനെ 0v ഡിനോട്ട് ചെയ്തു. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും സീറോ വെക്ടറിന്റെ ഡൊമൈനിലുള്ള സീറോ വെക്ടറിനെ കോഡൊമൈനിലെ സീറോ വെക്ടറിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. കാരണം അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് 0 = 0 എന്നുള്ളത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ 0 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലേ എൻ്റെ മീനിങ്. ഇറ്റ് ഇസ് എ നോൺ എംപ്റ്റി സെറ്റ് എന്നല്ലേ മീൻ ചെയ്യുന്നത്. അപ്പോൾ കേർണൽ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ 0 ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ v1 രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്തു, v1 v2. അത് കേർണൽ ഓഫ് ടിയിലുള്ള 2 വെക്ടേഴ്സ് ആണ്. കേർണൽ ഓഫ് ടി എവിടെയുള്ളത്? ഡൊമൈനിലാണ് ഉള്ളത്. v എന്ന് പറയുന്ന ഡൊമൈൻ വെക്ടർ സ്പേസ് വിയിലുള്ള അതിലാണ് കേർണലിലുള്ളത്. ആ കേർണലിൽ വരുന്ന 2 വെക്ടേഴ്സ് ആണ് v1 v2 എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1ഉം ട്രാൻസ്ഫോർമേഷൻ ഓഫ് v2ഉം 0 വെക്ടർ തന്നെയായിരിക്കും. അത് എവിടെയായിരിക്കും? കോഡൊമൈനിലായിരിക്കും. കേർണലിന്റെ ഈ ഡെഫിനേഷൻ നല്ലോണം മനസ്സിലായാലാണ് ഇത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡൊമൈനിൽ 0 മാപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ v ആണ് കേർണൽ ഓഫ് t എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1 0 ആയിരിക്കും, ട്രാൻസ്ഫോർമേഷൻ ഓഫ് v2 0 എന്ന് പറയുന്നത്. ഇനി v1 + v2 എന്ന് പറയാം, കൺസിഡർ ചെയ്യുക. കാരണം വെക്ടർ അഡീഷൻ ക്ലോഷർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ v1 + v2യുടെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ എഴുതാം? ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1 + ട്രാൻസ്ഫോർമേഷൻ ഓഫ് v2 എന്ന് എഴുതാം. അത് നമ്മളെ പ്രോപ്പർട്ടിയാണ് അല്ലേ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1ഉം 0 ആണ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് v2ഉം 0 ആണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1 + v2 അഗൈൻ 0 വെക്ടർ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ? കേർണൽ ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്ടർ അഡീഷൻ ആണ്. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിൽ നമ്മൾ കേർണലിലുള്ള ഒരു വെക്ടർ v കൺസിഡർ ചെയ്തു. ട്രാൻസ്ഫോർമേഷൻ ഓഫ് v എന്ന് പറയുന്നത് 0 വെക്ടർ ആയിരിക്കും. വെക്ടർ സ്പേസ് നമ്മുടെ കോഡൊമൈനിൽ ആയിരിക്കും ആ 0 വെക്ടർ കിടക്കുന്നുണ്ടാവുക. c എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ആണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് cv എന്ന് പറഞ്ഞാൽ c × ട്രാൻസ്ഫോർമേഷൻ ഓഫ് v. ട്രാൻസ്ഫോർമേഷൻ ഓഫ് v എന്താണ്? 0v അല്ലേ. കാരണം v എന്ന് പറയുന്നത് കേർണലിലുള്ള ഒരു വെക്ടറാണ്. കേർണലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 വെക്ടറാണ് കിട്ടുക. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് cv എന്ന് പറയുന്നത് അഗെയിൻ കേർണൽ ഓഫ് ടിയിലല്ലേ വരിക അല്ലേ. അപ്പോൾ എന്തുണ്ടായി? കേർണൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അങ്ങനെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കേർണൽ
എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണ് എന്നുള്ളത് പറയാം. കേർണൽ ഈസ് എ സബ്സ്പേസ് ഓഫ് വി. വി എന്ന് പറയുന്നത് ഡൊമെയിൻ ആണ്. ഇനി അടുത്ത് ഫൈൻഡിങ് എ ബേസിസ് ഫോർ ദ കേർണൽ. ഇനി ഈ കേർണലിന്റെ ബേസിസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ കൺസിഡർ ചെയ്യുക. r⁻n എന്ന് r⁻m ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ടി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് a ഇൻറ്റു എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ കേർണൽ ഓഫ് ടി എന്ന് ഈക്വൽ ടു ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് എ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ സ്പേസ് എ എക്സ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കേർണൽ കിട്ടും. നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. ഡിഫൈൻ ടി ഈക്വൽ ടു r⁵5 to r⁴ by t of x equal to ax where x is in r⁵5 and find a basis for kernel t as a subspace of r⁵5. അപ്പോൾ വെക്ടർ എ തന്നിട്ടുണ്ട്. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ a ഇൻറ്റു എക്സ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കേർണൽ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ബേസിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. നമുക്കറിയാം എ എക്സ് ഈക്വൽ ടു 0 എന്ന് സൊല്യൂഷൻ സ്പേസ് വഴി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എ അടുത്ത് എഴുതുക, തൊട്ടടുത്തത് 0 വെക്ടർ. എന്തുകൊണ്ടാണ് 0 വെക്ടർ എഴുതാൻ കാരണം? കേർണലിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടിയ റിസൾട്ട് 0 ആയിരിക്കും. എ എക്സ് ഈക്വൽ ടു 0 എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 0 0 0 വരുന്നത്. ഇനി ഇതിനെ നമുക്ക് റോ റെഡ്യൂസ് ചെയ്തിട്ട് എക്ലോൺ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ആദ്യം നമ്മൾ 1 2 0 1 -1 0, സെക്കൻഡിൽ 2 1 3 1 0 0, അതായത് സെക്കൻഡിൽ 2 ആണ് 1 0 ആക്കണം അല്ലേ? നമ്മളെങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യാം? ഫസ്റ്റത്തെ കോളം കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, തൊട്ട് താഴെയുള്ളതെല്ലാം 0 ആവണം. പിന്നെ അടുത്തതിൽ ഈ എലമെൻറ്റ് വെച്ച് താഴെയുള്ളതെല്ലാം 0 ആവണം. അങ്ങനെ ഇവിടുത്തെ എലമെൻറ്റ് 0 ആവണം. അങ്ങനെയാണ് കൊണ്ടുവരിക. ഇത് 1 1 ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്ത് കാണാം. 1 ആക്കിയില്ലെങ്കിലും ബാക്കിയുള്ള എലമെൻറ്റ് 0 ഫോമിലോട്ട് കൊണ്ടുവരണം, എന്നാലാണ് എക്കലോൺ ഫോമിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഇത് 2 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സെക്കൻഡ് റോനെ 2r1 കൊണ്ട് മൈനസ് ചെയ്താൽ മതി. ഇവിടെ 2 വന്നാൽ 2 - 2 0 ആക്കാം. ദാറ്റ് ഈസ് r2 ചേഞ്ചസ് ടു r2 - 2r1. അപ്പോൾ 2 - 2 ഇവിടെ 0 വരും. 1 - -4 എന്ന് പറഞ്ഞാൽ -3 വരും. 3 - 0 +3 തന്നെ. പിന്നെ 1 r2 changes to 2, that is r2 1 - -2, അപ്പോൾ -1 വരും. 0 - -1 that is 2 വരും. പിന്നെ 0 അങ്ങനെ തന്നെ. r3 changes to r1 + r3. r3 എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ നമുക്ക് -1, ഇവിടെ 0 ആക്കണം അല്ലേ? ഇവിടെ 0 ആക്കണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഫസ്റ്റ് റോയും ഈ തേർഡ് റോയും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 0 2 -2 1 0 0 വരും. ഇനി നമുക്കിവിടെ r4 ഫോർത്ത് റോയിൽ ഇവിടെയൊക്കെ 0 0 ആണ്. അപ്പോൾ അത് അതേപോലെ തന്നെ എഴുതാം. ഇനി നമ്മൾ r2നെ ഇവിടെ 1 ആക്കാൻ വേണ്ടി, ഇവിടെ 3 ആയിരുന്നു, അപ്പോൾ അതിനെ 1 ആക്കാൻ ഓൾ റോയിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്തു. അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? ഈ r3നെ നമ്മൾ r3 - 2 r2 ചെയ്തു. അതങ്ങനെ ഇവിടെയൊക്കെ 0 വരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ 2 എന്നുള്ള ടേം 0 ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അടുത്ത ടേം എവൻച്വലി 0 ആയിപ്പോയി. ഇനി ഇവിടെ 1/3 4/3 എന്ന് വന്നു. ഇനി ഇതിനെ r1നെ നമ്മൾ r1 - r3 എന്ന് വീണ്ടും ചെയ്തു. അപ്പോൾ 1 - 1 0 -2 0 വന്നു. ഈ 1/3 2/3 ആ ടേംസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇവിടുത്തെ ടേംസ് 0യും -1ഉം ആയി. ആ 1 ദെൻ r3നെ നമ്മൾ എന്ത് ചെയ്തു? r3യിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1ഉം 4ഉം, ഇവിടെ ഞാൻ 1/3 ആണ് എഴുതിക്കുന്നത്, അത് തെറ്റാണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അങ്ങനെയല്ലേ 1ഉം 4ഉം വരിക. പിന്നെ എന്ത് വന്നു? r4 എന്നുള്ളത് r4 - r3 ആക്കി. അപ്പോൾ ഇവിടെ 1ഉം 4ഉം വന്നാൽ ഇവിടെയും താഴെയും 1ഉം 4 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0 0 വന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? x1 + 2x3 - xy = 0, x2 - x3 - 2xy = 0, then x4 + 4xy = 0. ഈ ഇക്വേഷനെ നമ്മൾ എല്ലാ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇൻസ്പെക്ഷൻ നടത്തി കഴിഞ്ഞാൽ അറിയാം x3 x5 ടേംസ് അവിടെയുണ്ട്. പിന്നെ പിന്നെ x1 x2 x4. അപ്പോൾ അതിനെല്ലാറ്റിനെയും x3 xyയുടെ ടേംസിലേക്ക് മാറ്റാം. x1 = -2x3 + xy, x2 = x3 + 2xy, x4 = -4xy. അപ്പോൾ x = x1 x2 x3 x4 x5 എന്ന് എടുത്തേരി. അതിനെ -2x3 + xy, x3 + 2xy, x3 -4xy xy. എന്നിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. x3യുടെ കോഎഫിഷ്യൻസും xyയുടെ കോഎഫിഷ്യൻസും ആയിട്ട് എടുത്ത് എഴുതി. അപ്പോൾ x3യുടെ കോഎഫിഷ്യൻസ് വരുമ്പോൾ ആദ്യം എന്ത് വരും? ഇവിടെ -2, ഇവിടെ 1,
ഇവിടെ 1, ഇവിടെ 0, 0. ഇവിടെ xy അല്ലേ x, അപ്പോൾ ഇവിടെ 0, 0. പ്ലസ് xyയുടെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 1, 2, ഇവിടെ 0, ഇവിടെ -4, ഇവിടെ 1. അപ്പോൾ ബേസിസ് ആയിട്ട് എന്ത് വരും? b ഈക്വൽ ടു സ്പാൻ ഓഫ് സെറ്റ് -2, 1, 1, 0, 0, 1, 2, 0, -4, 1. ഇതാണ് കേർണൽ ഓഫ് ടിയുടെ ബേസിസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഡിസ്കഷൻ എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ ആദ്യം കേർണൽ എന്താണെന്ന് പറഞ്ഞു. ആ കേർണൽ എന്താണെന്ന് പറഞ്ഞു? കേർണൽ ഒരു സബ്സ്പേസ് ആണ്, ബിയുടെ സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബേസിസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു പ്രോബ്ലം ചെയ്തു. നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.